ഹായ് ഫ്രണ്ട്സ്, 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 13ാമത്തെ ടോപ്പിക്കായിട്ടുള്ള ഇന്ത്യയിലൂടെ എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ ഇന്ത്യൻ ജോഗ്രഫിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSCയിൽ ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചുള്ള ഒരു സെഷൻ കൂടിയാണ് ഈ ഒരു സെഷൻ. അപ്പോൾ ഇത് ഇന്ത്യൻ ജോഗ്രഫിയുടെ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ടിങ് മുതലേ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അങ്ങോട്ടേക്കുള്ള ക്ലാസ്സുകളിലായിട്ട് വരിക. അപ്പോൾ ഇതിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചാപ്റ്റർ ഫുള്ളായിട്ട് വായിച്ച് നോക്കുക തന്നെ വേണം ഒരു പ്രാവശ്യമെങ്കിലും, എന്നാലാണ് ഇതിൻ്റെ ഒരു എന്ത് ചെയ്യുക ഫുൾ ഒരു പിക്ചർ ലഭിക്കും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതും ചാൻസ് ഉള്ളതായിട്ടുള്ള ഭാഗങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് PDF വായിച്ച് നോക്കുന്നതാണ് ഏറ്റവും നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ഇതുണ്ടാവുക. കാരണം മൊത്തത്തിൽ ഐഡിയ കിട്ടുമ്പോൾ ഇതൊക്കെ കണക്റ്റഡ് ആയിട്ട് വരും. ആദ്യമായിട്ട് ഇതിൽ പറയുകയാണെന്നെങ്കിൽ നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തിയും അതേപോലെ രേഖാംശ വ്യാപ്തിയും. അപ്പോൾ അതാണ് ഫസ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഉത്തര അക്ഷാംശം കേട്ടോ. അപ്പോൾ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് അക്ഷാംശത്തിലാണെന്ന് ചോദിച്ചാൽ ഉത്തര അർദ്ധഗോളത്തിലാണ് കേട്ടോ. ഉത്തരാർദ്ധഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഉത്തര അക്ഷാംശം ഏത് മുതലാണ് 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വരെയാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയുടെ സ്ഥാനം. അതേപോലെ പൂർവ്വ രേഖാംശത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 68 ഡിഗ്രി 7 മിനിറ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് വരെയാണ് ഇന്ത്യയുടെ സ്ഥാനം. അപ്പോൾ അക്ഷാംശ വ്യാപ്തം എന്ന് പറയുന്നത് 8 ഡിഗ്രി മുതൽ 37 വരെ. അത് തന്നെ ഞാൻ ജസ്റ്റ് ഒരു എന്താണ് ഇന്ത്യയുടെ മാപ്പ് എന്നുള്ള നിലയിൽ ഇങ്ങനെ വരക്കുവാണെങ്കിൽ ഇതെന്താണ് ഈ ഉദ്ദേശിക്കുന്നത്, 8 ഡിഗ്രി 4 എന്ന് പറയുന്നത് ഇതാണ് 8 ഡിഗ്രി 4 മുതൽ അതെവിടെ വരിക, നമ്മളെ കന്യാകുമാരി ഏറ്റവും താഴോട്ട് കേട്ടോ, ഏറ്റവും താഴെ. അതേപോലെ 37 ഡിഗ്രി 6 എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പിലുണ്ടാവും. 37 ഡിഗ്രി 6 എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പിൽ. അതേപോലെ 68 ഡിഗ്രി 7 മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് വരെ എന്ന് പറയുമ്പോൾ 68 തുടങ്ങുന്നത് ഇവിടുന്നാണ്. 68 ഡിഗ്രി മുതൽ വലത്തോട്ടേക്ക് പോകുമ്പോൾ എന്താവും 97 ഡിഗ്രി 25 മിനിറ്റ് വരെ എന്നുള്ള ഫോമിലേക്ക് എത്തും. അപ്പോൾ ആ ഒരു രേഖാംശ വ്യാപ്തി ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്ത് ചെയ്യണം, വിട്ടുപോകാതെ ഒന്ന് നോക്കി നോക്കണം. ഇനി അടുത്തത് വിസ്തൃതിയിൽ 3.28 ദശലക്ഷം, അത് 32.8 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ഏരിയ വിസ്തൃതി എന്ന് പറയുന്നത്. സോ 3.28 എന്നുള്ളത് കറക്റ്റ് ആയത്, അത് ഫുള്ളായിട്ട് പഠിക്കണം. 3.28 ദശലക്ഷം, ചിലപ്പോൾ തരുന്നത് ദശലക്ഷം എന്നായിരിക്കില്ല, ലക്ഷം എന്ന് തന്നു കഴിഞ്ഞാൽ എന്താവും 32.8 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ കേട്ടോ. കിലോമീറ്റർ സ്ക്വയർ ആണ്, ഏരിയ അല്ല പറയുന്നത്, സ്ക്വയർ ആണ് ഇന്ത്യയുടെ വിസ്തൃതി. ഇനി വിസ്തൃതിയുടെ സ്ഥാനത്ത് ഇന്ത്യക്ക് ലോകരാജ്യങ്ങൾ എത്രാമത്തെ സ്ഥാനമാണ്, 7ാമത്തെ സ്ഥാനമാണുള്ളത്. ഓക്കെ, 7ാമത്തെ പൊസിഷനിലാണ് ഇന്ത്യ വരുന്നത്. 7th പൊസിഷനാണ്, 7ാമത്തെ രാജ്യമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി അവിടെ ഓർത്തൊക്കെ. ഇനി ഇന്ത്യയിലെ നമ്മൾ ഓരോ ഭൂപ്രകൃതിയെ എടുത്തിട്ട് എന്ത് ചെയ്യാണ് പഠിക്കാൻ പോകണം. ഓരോ ഭൂപ്രകൃതി പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ടോപ്പിൽ മുതൽ വരുവാണെങ്കിൽ ഇവിടെ ആദ്യമായിട്ട് ജസ്റ്റ് ഒന്ന് മാപ്പ് ഒന്ന് കാണിച്ചാൽ, ഇപ്പോൾ ടോപ്പ് മുതൽ ഇന്ത്യയുടെ ടോപ്പിൽ ഈ ഒരു ചോന്ന കളറിൽ കാണിച്ചിരിക്കുന്നത്, പിന്നെ പച്ച കളറിൽ താഴെയായിട്ട്, അതേപോലെ ഒരു ബ്രൗൺ കളർ താഴെയായിട്ട്, പിന്നെ ഒരു വൈറ്റിൽ, ഇതൊക്കെ എന്താണ് ഡിഫറെൻറ്റ് ഭൂപ്രകൃതികളാണ് ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ വരുന്ന ഭൂപ്രകൃതികളിൽ മെയിനായിട്ട് 4 ഭൂപ്രകൃതികളാണുള്ളത്. ഒന്നാമത്തെ ഉത്തരപർവ്വത മേഖലയും, രണ്ടാമത്തത് ഉത്തര മഹാസമുദ്രവും, മൂന്നാമത്തെ ഉപദ്വീപീയ പീഠഭൂമിയും, നാലാമത്തത് തീരസമതലങ്ങളും ദ്വീപുകളുമാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ഏറ്റവും ടോപ്പിൽ നിങ്ങളെ ചുവന്ന മാർക്കിൽ കാണുന്നത് ഇതാണ്. ഇത് ഉത്തരപർവ്വത മേഖല. അതാണ് നമ്മൾ ആദ്യത്തെ ഇതിൽ പഠിക്കാൻ പോകുന്നത്, ഉത്തരപർവ്വത മേഖലയെ പറ്റിയാണ്. അപ്പോൾ ഉത്തരപർവ്വത മേഖലയിൽ എന്താണ്, ഈ പർവ്വത നിരകൾ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ്, അതായത് ജമ്മു കാശ്മീർ മുതൽ വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെ നീളുന്ന ഭാഗമാണ്. അത് ഏകദേശം എത്രയുണ്ട്, 2400 കിലോമീറ്റർ നീളമുണ്ട്. ഇപ്പോൾ 2400 കിലോമീറ്റർ എന്നുള്ളത് ഓർത്ത് നോക്കണം. അത് മാത്രം പോരാ, 2400 കിലോമീറ്റർ മാത്രം പോരാ, ജമ്മു കാശ്മീർ മുതൽ അരുണാചൽ പ്രദേശ് വരെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഇന്ത്യയുടെ പർവ്വതനിര, ഉത്തരപർവ്വത നിര നീണ്ടു കിടക്കുന്നത്. അപ്പോൾ ഉത്തരപർവ്വത മേഖല എന്നാണ് ഈ ഭൂപ്രകൃതി വിഭാഗം പൊതുവെ അറിയപ്പെടുന്നത്. ഇനി കാഞ്ചൻജംഗ, നന്ദാദേവി തുടങ്ങിയ ഉയരം കൂടിയ കൊടുമുടികൾ ഹിമാലയ നിരകളുടെ ഭാഗമാണ്. ഓക്കെ, ഹിമാലയ നിരകളാണ് ഈ ഉത്തരപർവ്വത മേഖലയിൽ വരുന്നതാണ് ഹിമാലയ നിരകൾ. ആ ഹിമാലയ നിരകളുടെ ഭാഗമായിട്ടുള്ള കൊടുമുടികളാണ് ഏതൊക്കെ, കാഞ്ചൻജംഗയും അതേപോലെ നന്ദാദേവിയും ഒക്കെ. ഇനി എവറസ്റ്റ് കൊടുമുടിയാണ് ഈ നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഓക്കെ, ഈ നിരകളിലെ മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉയരം കൂടിയ കൊടുമുടിയാണ് ഇത് എവറസ്റ്റ് എന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, നേപ്പാളിലാണ്.
ഓക്കെ, എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. അതേപോലെ തന്നെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഈ മൂന്ന് നദികൾ നമുക്ക് വിശദമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഈ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയ പർവ്വതനിരയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഓക്കെ, അത് ഓർത്തുകൊണ്ട്, കാരണം നമുക്ക് അല്ലാതെ വേറെ ടൈപ്പ് നദികൾ എന്ത് ചെയ്യാണ്ട് പഠിക്കാണ്ട്. അപ്പോൾ ഹിമാലയൻ നദികൾ പെടാത്തതെന്ന് ചോദിച്ചാൽ അതും കിട്ടണം. അപ്പോൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ആണ് ഹിമാലയൻ നദികൾ വരുന്നത്. ഇനി ഹിമാലയൻ നിരകളിലെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള കുന്നുകൾക്ക് ഉയരം കുറവാണ്. ഓക്കെ, തെക്ക് ഭാഗത്തുള്ള അതായത് തെക്ക് ഭാഗത്ത് പറയുമ്പോൾ നമുക്ക് മാപ്പ് വരച്ചു കഴിയുകയാണെങ്കിൽ താഴോട്ട് വരുന്നവർ ഉയരം കുറവാണെന്ന് പറയും. ഇനി ഈ മേഖലയിൽ, അതായത് ഈ തെക്ക് ഭാഗത്ത് വരുന്ന മേഖലയിൽ വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. ഒത്തിരി വിളകൾ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വിളകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഉത്തരപർവ്വത മേഖലയിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ മേഖലയാണ് ഏത്? ഈ താഴെ തെക്ക് ഭാഗത്തുള്ള മേഖല. കാരണം മുകളിലോട്ട് അത്രയും മഞ്ഞ് മൂടിക്കിടക്കുന്നതും പർവ്വത നിരകളുമാണ്. അവിടെയൊക്കെ ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് എന്ത് ചെയ്യുന്നത്, താഴോട്ട് വരുന്നവർ ജനസാന്ദ്രത കൂടി വരുവാണ്, ആളുകൾ തിങ്ങി പാർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഞ്ഞ് മൂടിയ ഹിമാലയ നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഒഴുക്കിക്കൊണ്ടുവന്ന, അത് മഞ്ഞ് മൂടിയ ഹിമാലയൻ നിരകളിൽ നിന്ന് ഒഴുക്കിക്കൊണ്ടുവരുന്നത് ഈ നദികൾ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേന്നോ, ഗംഗ, സിന്ധു, ബ്രഹ്മപുത്ര, ആ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന മണല്, അതേപോലെ ചെളി, ഉരുളൻകല്ല് എന്നിവയുടെ കനത്ത നിക്ഷേപങ്ങൾ നിറഞ്ഞതാണ് ഈ ഒരു തെക്ക് ഭാഗത്തുള്ള ഈ താഴ്വര ഭാഗം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ പിക്ചറിൽ ഒരു കാര്യം കാണാം, ജമ്മു കാശ്മീരിലെ കുങ്കുമ കൃഷി പോകുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുങ്കുമ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്, അല്ലെങ്കിൽ കുങ്കുമ കൃഷിക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇന്ത്യ സംസ്ഥാനം എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്? ജമ്മു കാശ്മീരാണ്. അത് എന്ത് ചെയ്ത് മറന്നുപോയത്. ഇനി അടുത്തത് ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം. എന്തുകൊണ്ടാണ് ഈ ഉത്തരപർവ്വത മേഖലയ്ക്ക് ഇന്ത്യൻ സ്ഥാനത്ത്, ഇന്ത്യയുടെ ജോഗ്രഫിക്കലാണെങ്കിലും പൊളിറ്റിക്കലാണെങ്കിലും ഇന്ത്യയിൽ ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒന്ന് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു എന്നുള്ളത്. കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു ഏത്? ഉത്തരപർവ്വത മേഖല. അതായത് ശൈത്യകാലത്ത് മധ്യ ഏഷ്യയിൽ നിന്ന് വീശുന്ന ശീതക്കാറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ നമ്മെ സംരക്ഷിക്കുന്നത് ഏതാണ്? ഈ ഉത്തരപർവ്വത മേഖലയാണ്. മധ്യ ഏഷ്യ എന്ന് വെച്ചാൽ മുകളിലാണ് കേട്ടോ, ഇന്ത്യയുടെ മുകളിൽ നിന്ന് അങ്ങ് മധ്യ ഏഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ടേക്ക് വീശുന്ന ആ ശീതക്കാറ്റ്. അതേപോലെ തന്നെ മൺസൂൺ കാറ്റുകളെ തടഞ്ഞിട്ട് ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്ക്കുന്നതും ഏത് തന്നെയാണ്? ഈ ഉത്തരപർവ്വത നിരകളാണ്. മൺസൂൺ കാറ്റുകൾ എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഒരു അറബിക്കടലിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. നമുക്ക് പറയാനുണ്ട് അതൊക്കെ. അപ്പോൾ അത് എന്ത് ചെയ്യും, അത് എത്തുന്നത് എവിടെയാണ്, ചെന്ന് മുട്ടുന്നത് അത് ഈ ഉത്തരപർവ്വത മേഖലയാണ്. അപ്പോൾ ഉത്തരപർവ്വത മേഖലയിൽ ചെന്ന് മുട്ടുമ്പോൾ എന്ത് ചെയ്യും, അത് അവിടെ തടഞ്ഞു നിർത്തിയിട്ട് പിന്നെ എന്ത് ചെയ്യും, ആ ഒരു ഉത്തരേന്ത്യയിലൂടെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സുകളിലൊക്കെ മഴ പെയ്യ്ക്കാൻ ഇത് കാരണമാകുന്നത്. ഇനി രണ്ടാമത്താണ് പ്രകൃതിദത്തമായ കോട്ട. അതാണ് ഉത്തരപർവ്വത മേഖല. അതായത് പുരാതന കാലം മുതൽ തന്നെ വടക്ക് പടിഞ്ഞാറുന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പരിധി വരെ ഇന്ത്യയെ സംരക്ഷിച്ചത് ഈ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള കോട്ടയായിട്ടുള്ള പർവ്വതനിരകളാണ്. കാരണം എന്താണ്, അതായത് പെട്ടെന്ന് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ആക്രമണം നടത്താൻ പറ്റില്ല. കാരണം അത്രയും പർവ്വതനിരകളൊക്കെ താണ്ടിയിട്ട് വേണം എന്ത് ചെയ്യാൻ പറ്റാൻ ഇന്ത്യയിലേക്ക് എത്താൻ. ഇനി മൂന്നാമത്താണ് നദികളുടെ ഉത്ഭവം. ഓൾറെഡി പറഞ്ഞു, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഹിമാലയൻ നദികളാണ് ഹിമാലയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഈ നദികൾ മാത്രമല്ല, ഇവിടെ നിരവധി പോഷക നദികളുണ്ട്. നമുക്കറിയാം യമുന, ഗംഗയ്ക്ക് തന്നെ ഒത്തിരി പോഷക നദികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉത്ഭവിക്കുന്നത്, ഈ പോഷക നദികളൊക്കെ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഈ പർവ്വത നിരകളിൽ നിന്നാണ്. അപ്പോൾ ഉത്തരപർവ്വത മേഖലയുടെ മെയിനായിട്ടുള്ള പ്രത്യേകതകളാണിത്. ഇതെന്ത് ചെയ്യണം, ഒന്ന് നോക്കിയോ. ഇനി ഉത്തരേന്ത്യയിലെ സമതലം, അതാണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ചുവന്ന ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞില്ല. ഇനി ഇതിൽ നോക്കിയാൽ ഈ പച്ച ഭാഗത്ത് ഇവിടെ കാണുന്നത് ഇതാണ് ഉത്തര മഹാസമുദ്രം അടുത്ത വരുന്നത് കേട്ടോ. അപ്പോൾ ഉത്തര പർവ്വത മേഖല നമ്മൾ പഠിച്ചു. ഇനി ഉത്തര മഹാസമുദ്രമാണ് ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത്. ഉത്തര മഹാസമുദ്രത്തിൽ രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാളിന്റെ കുറേ ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പ്രദേശം എന്താണ്? ഒരു സമതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ സമതലം കാണാൻ തന്നെ പറ്റും. സമതലം പോലെ എന്താണ്, ഒരു നിരയെ ഒരു കുന്ന് പോലും ഇല്ലാത്ത അങ്ങനത്തെ നിരയിലാണ് വരുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ മണ്ണുണ്ടല്ലോ, എക്കൽ മണ്ണ് വളരെയധികം ഫലഭൂഷ്ടി നിറഞ്ഞ മണ്ണാണ്. അപ്പോൾ എക്കൽ മണ്ണ് നിക്ഷേപിച്ചിട്ടാണ് ഈ ഒരു സമതലം രൂപം കൊണ്ടിട്ടുള്ളത്. ഈ ഫലഭൂഷ്ടി നിറഞ്ഞ എക്കൽ മണ്ണ് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, അവിടെ കൃഷി ഉൽപ്പാദിപ്പിക്കാനുള്ള സാഹചര്യം വളരുന്നതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യും, അതിന്റെ ചുറ്റും താമസം ഉറപ്പിക്കും. പണ്ട് കാലം മുതലേ ഉള്ള കാര്യമാണ്. അപ്പോൾ മുമ്പ് മുതലേ ആ ഒരു സ്ഥലത്ത് ജനവാസം കൂടും, ജനസാന്ദ്രത കൂടും. അങ്ങനെ അവിടെ പട്ടണങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഉയർന്നു വരും. അപ്പോൾ ഉത്തര മഹാസമുദ്രം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്ന പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. ഈ സമതലം അറിയപ്പെടുന്നത് ഇന്ത്യയിലെ വളരെ കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശമാണ്. നിങ്ങൾക്കറിയാം യു പി ഒക്കെ ഇതിന്റെ ഭാഗമാണല്ലോ. യു പി, പഞ്ചാബ്, ഹരിയാന, ബീഹാർ ഒക്കെ എന്താണ് ഇതിന്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ആണെങ്കിലും ജനസാന്ദ്രത ആണെങ്കിലും ഒക്കെ വരുന്നത് ഏത് തന്നെയാണ്, ഈ ഒരു ഉത്തരേന്ത്യയിലെ ഈ ഒരു ഭാഗമാണ്. ഉത്തര മഹാസമുദ്രം എന്നറിയപ്പെടുന്ന ഈ ഒരു ഭാഗമാണ് വരുന്നത്.
ഇനി ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാന്റെ, അപ്പൊ രാജസ്ഥാന്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഈ രാജസ്ഥാന്റെ ആ ഒരു ഭാഗത്തേക്ക് വരുന്ന മിക്ക പ്രദേശങ്ങളും മരുഭൂമിയാണ് അല്ലെ. രാജസ്ഥാൻ ഇന്ത്യയിൽ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ തന്നെ ഏതാണ് നമ്മൾ പറയാ രാജസ്ഥാനാണ്. അപ്പോൾ രാജസ്ഥാനിലെ ഈ ഒരു ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാനിലെ മിക്ക പ്രദേശങ്ങളും മരുഭൂമിയാണ്. അപ്പോൾ ആ ഒരു മരുസ്ഥലി എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് എന്താണ് ജനവാസം തീരെ കുറവാണ്. അപ്പോൾ അത് മുമ്പ് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട്. മരുസ്ഥലി എന്നറിയപ്പെടുന്ന ഭാഗം വരുന്നത് എവിടെയാണ്? അത് രാജസ്ഥാനിലാണ് വരുന്നത്. ഉത്തര മഹാസമതലത്തിന്റെ എന്താണ് പടിഞ്ഞാറ്, വടക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ഏരിയ ആണ് ഇത് മരുസ്ഥലി എന്ന് പറയുന്നത്. ഏതാണ് അത്? മരുസ്ഥലി എന്ന് പറയുന്നത് ഒരു മരുഭൂമിയായിട്ടുള്ള ഭാഗമാണ്. ഇനി അടുത്ത അതുപോലെ ജോവർ, ബജ്ര തുടങ്ങിയ വിളകളാണ് രാജസ്ഥാനിലെ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ജോവർ, ബജ്ര തന്നെ തുടങ്ങിയവ കൃഷി ചെയ്യാനുള്ള ഒരു കാരണം എന്താ? രാജസ്ഥാനിൽ ഈ വിളകൾക്ക് എന്താണ് വെള്ളം കുറച്ച് മതി. ഇത് വളർന്നു വരാൻ എന്ത് ചെയ്യാൻ മതി? കുറച്ച് അളവിൽ വെള്ളം മതി. അതുകൊണ്ടാണ് ജോവർ, ബജ്ര ഒക്കെ മെയിൻ വിളകളായിട്ട് അവിടെ കൃഷി ചെയ്യാനുള്ള ഒരു കാരണം. ഇനി രാജസ്ഥാൻ സംസ്ഥാനത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഉഷ്ണ മരുഭൂമിയാണ് താർ. ഓക്കെ, താർ മരുഭൂമി ഓർത്ത് വെക്കണം. താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ സംസ്ഥാനത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഉഷ്ണ മരുഭൂമിയാണ് ഇത് ഈ ഒരു താർ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പോയിന്റ്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളും ചില പ്രദേശങ്ങൾ ഉൾപ്പെട്ട ഒരു പീഠഭൂമിയായിട്ടാണ് അത് വരുന്നത്. അതായത് ഈ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുന്നത് ഒരു പീഠഭൂമിയാണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാനൊരു ഇതിൽ തന്നെ ഇതാണ് ആ പീഠഭൂമിയായിട്ട് വരുന്നത്. ഈ ഒരു ബ്രൗൺ കളറിലുള്ള ഇതാണ് ഏത് ആ പീഠഭൂമി എന്നതുകൊണ്ട് നീന്നത് ഉദ്ദേശിച്ചത്. ഈ പീഠഭൂമിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഉപദ്വീപീയ പീഠഭൂമി. ഓക്കെ, പ്രദേശത്തെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് വിളിക്കുന്നു. അപ്പൊ ഇത് എങ്ങനെ വരുന്നത്? മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും പിന്നെ അതാണ് കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നിവയുടെ ചില പ്രദേശങ്ങൾ, അതായത് അതിന്റെ കടൽ ഭാഗത്തുള്ള പ്രദേശമല്ല, അല്ലാതെ ഉള്ളോട്ടുള്ള ആ ഭാഗങ്ങൾ ചേർന്നാണ് ഈ പീഠഭൂമി ഉണ്ടായിട്ടുള്ളത്. അതാണ് ഉപദ്വീപീയ പീഠഭൂമി. എന്താണ് ഉപദ്വീപ് എന്ന് വെച്ചാൽ? ഉപദ്വീപ് എന്ന് വെച്ചാൽ 3 ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ട ഭാഗമാണല്ലോ ഉപദ്വീപ് എന്ന് വിളിക്കുന്നത്. ദ്വീപാണെങ്കിൽ ചുറ്റും. അപ്പൊ ഈ ഇന്ത്യയുടെ നിങ്ങൾക്ക് അറിയാം താഴെയുള്ള ആ ഒരു ഭാഗം എന്ന് പറയുന്നത് 3 ഭാഗവും വെള്ളത്താൽ എന്താണ് ചുറ്റപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉപദ്വീപീയ പീഠഭൂമിയാണത്. ആ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് ഇത് ഈ ഡക്കാൻ. ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് ഇത് ഡക്കാൻ പീഠഭൂമി എന്നുള്ളത്. ഈ പീഠഭൂമിയുടെ മിക്ക ഭാഗങ്ങളും എന്താണ് പണ്ടെന്ന് ഒഴുകിപ്പരുന്ന ലാവ തണുത്തുറഞ്ഞിട്ടാണ് രൂപം കൊണ്ടിട്ടുള്ളത്. ഓക്കെ, ലാവ നിങ്ങൾക്കറിയാം, ലാവ തണുത്തുറഞ്ഞിട്ടാണ് ഇത് രൂപപ്പെട്ടിട്ടുള്ളത്. ലാവ എങ്ങനെയാണ് ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്നതാണ് ലാവ. ഇത് പൊടിഞ്ഞുണ്ടായ കറുത്ത മണ്ണ്, ഈ ലാവ പൊടിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? കറുത്ത മണ്ണ് രൂപപ്പെടുന്നത്. ആ കറുത്ത മണ്ണ് എന്താണ് ഈ പരുത്തി കൃഷി ചെയ്യാൻ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണാണിത്, കറുത്ത മണ്ണ്. അപ്പോൾ അത് പ്രീവിയസ് ആയിട്ട് ഒത്തിരി പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്, അത് പരുത്തി മണ്ണ് എന്നുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അത് അറിയപ്പെടുന്നുണ്ട്. ഇനി കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യയിലെ ഭൂപ്രദേശം എന്ന് ചോദിക്കാറുണ്ട്. അതേതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ് അത്, അഥവാ ഓപ്ഷനിലില്ലെങ്കിൽ ഡക്കാൻ പീഠഭൂമിയാണ്. ഓക്കെ, അല്ലാതെ തന്നെ എങ്ങനെ ചോദിക്കാം പരുത്തി കൃഷി ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ തന്നെയായിരിക്കും ഈ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ഉപദ്വീപീയ പീഠഭൂമി തന്നെയാണ്. ഇനി വിന്ധ്യ, സത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ പർവ്വത നിരകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. കേരളത്തിലെ ആനമുടിയാണ് ഈ മേഖലയിൽ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. ഓൾറെഡി നമ്മൾ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം ഒന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വിന്ധ്യയുണ്ട്, സത്പുരയുണ്ട്, ആരവല്ലിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏതിന്റെ ഭാഗമാണ്? ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. കേരളത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമുടിയാണ് എന്ത് ചെയ്യുന്നത് ഈ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത്. കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയത് തന്നെയാണ് ഈ ആനമുടി തന്നെയാണ്. ഇനി പരുത്തി ഓൾറെഡി നമ്മൾ പറഞ്ഞു, പരുത്തി കൃഷി ചെയ്യുന്നുണ്ട്. പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക് എന്നീ വിളകളാണ് പീഠഭൂമി പ്രദേശത്തെ പ്രധാന കൃഷി. അതേപോലെ കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല് തുടങ്ങിയ ധാതു നിക്ഷേപങ്ങളുള്ള ഈ പീഠഭൂമിയിൽ ഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ എന്താണ് ഒരു പ്രധാന തൊഴിൽ മേഖലയാണ്. അപ്പോൾ ഇവിടെ ധാരാളം ധാതു നിക്ഷേപങ്ങളുണ്ട്. ധാതു നിക്ഷേപങ്ങൾ പല വ്യവസായങ്ങൾക്കും ആവശ്യമുണ്ട്. ഈ കൽക്കരി ആണെങ്കിലും ഇരുമ്പയിരാണെങ്കിലും മാംഗനീസ് ആണെങ്കിലും ഒക്കെ പല വ്യവസായങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ധാതു അയിരുകൾ എന്തുണ്ട് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബേസ് ആയിട്ടുള്ള വ്യവസായശാലകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇനി ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നീ നദികൾ ഉപദ്വീപീയ പീഠഭൂമി പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നവയാണ്. അപ്പൊ ഇത് അറിയപ്പെടുന്നത് എന്താണ്? ഉപദ്വീപീയ നദികൾ എന്നാണ് അറിയപ്പെട്ടത്. നമ്മൾ ഓൾറെഡി ഹിമാലയൻ നദികൾ പഠിച്ചില്ലേ? ഹിമാലയൻ നദികൾ ഏതൊക്കെയായിരുന്നു?
ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു. അപ്പോൾ അത് കൂടാതെ തന്നെ ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കണം. ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി ഇവയൊക്കെയാണ് ഇത് ഉപദ്വീപീയ നദികളായിട്ട് വരുന്നത്. ഇനി തീരസമതലങ്ങളിലേക്ക്, തീരം എന്ന് പറയുമ്പോൾ ബീച്ച് ഏരിയ ആണ്. അപ്പോൾ അതാണ് നമ്മൾ ലാസ്റ്റിലത്തെ നോക്കാൻ പോകുന്നത്. ഇതും കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഈ ഒരു വൈറ്റ് ഏരിയയിൽ നിങ്ങൾക്കറിയാം അല്ലേ, ഇന്ത്യയുടെ ഏറ്റവും ബോർഡറായിട്ട് ആ സമുദ്രത്തിൻ്റെ ആ ഒരു ബോർഡറായിട്ട് വരുന്നതാണ് ഏത് തീരസമതലം എന്ന് പറയുന്നത്. അപ്പോൾ തീരസമതലം കൂടിയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഏകദേശം 6100 കിലോമീറ്റർ ദീർഘമുള്ള കടൽ തീരം എന്തുണ്ട് ഇന്ത്യക്കുണ്ട്. ഇനി പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കിഴക്കൻ തീരത്തെ അപേക്ഷിച്ച് എന്താണ് കുറവാണ്. അതായത് പടിഞ്ഞാറൻ തീരസമതലത്തിന് എന്താണ് കിഴക്കൻ തീരത്തെ അപേക്ഷിച്ചിട്ട് വീതി കുറവാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെന്താണ് വീതിയുടെ കാര്യത്തിൽ ഇത് വളരെ എന്താണ് ഒരു നേരോ ആണല്ലോ. ഇതാണെങ്കിൽ ഇവിടെ നല്ല വീതിയുണ്ട്, അവിടെ തീരപ്രദേശങ്ങൾക്ക് നല്ല നല്ല വീതിയുണ്ട്. ആ ഒരു ഏരിയയിൽ നമ്മൾ കേരളത്തിൻ്റെ ഭാഗമല്ല, ഓപ്പോസിറ്റ് ഭാഗത്ത് നല്ല വീതിയുണ്ട്. അപ്പോൾ ഇതിൽ ഈ സമതലത്തിൻ്റെ ഭാഗമായ കേരളത്തിന് നിരവധി കായലുകളുണ്ട്. അതായത് നമുക്കറിയാം കേരളത്തിൻ്റെ സമീപത്ത് വരുന്ന ഏതാണ് അറബിക്കടലാണ് വരുന്നത് അല്ലെ. അറബിക്കടൽ വരുമ്പോൾ പടിഞ്ഞാറൻ തീരസമതലത്തിൽ വീതി കുറവാണ്. ഈ കേരളത്തിൻ്റെ ഈ അറബിക്കടൽ ഭാഗത്ത് വരുന്ന കേരള തീരത്ത് നിരവധി കായലുകളുണ്ട്. നമുക്കറിയാം വേമ്പനാട് കായൽ, ഒത്തിരി കായലുകൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പം നെല്ല്, തെങ്ങ് എന്നിവ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന കാർഷിക വിളകളാണ്. നെല്ലും തെങ്ങുമാണ് പടിഞ്ഞാറൻ തീരത്തുള്ള പ്രധാനപ്പെട്ട കാർഷിക വിളകൾ. കേരളത്തിൽ തന്നെ ഒരു എക്സാമ്പിളാണ്, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ്. ഇനി പവിഴദ്വീപുകളുടെ കേസ്. ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ എന്ന ചെറു സമുദ്രജീവികളുടെ കാൽസ്യം സ്രവം ചെയ്ത് അടിഞ്ഞുകൂടിയ ആണ് എന്ത് ചെയ്യുന്നത് ഈ പവിഴപ്പുറ്റുകൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഓർത്തോക്കണേ. പവിഴദ്വീപുകൾക്ക് ഉദാഹരണമാണ് ഏത് ലക്ഷദ്വീപുകൾ. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ പവിഴദ്വീപുകൾ ഉണ്ടാകുന്നത്? കോറൽ പോളിപ്പുകൾ എന്ന ഒരു തരം സമുദ്രജീവികളുണ്ട്. ആ സമുദ്രജീവിയുടെ കാൽസ്യം സ്രാവം അടിഞ്ഞുകൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പവിഴപ്പുറ്റുകൾ ഉണ്ടാകുന്നത്. സമുദ്രത്തിൽ ചുറ്റപ്പെട്ട ചെറു ഭൂഭാഗങ്ങളാണ് ദ്വീപുകൾ. അപ്പൊ ദ്വീപുകളാണ് അടുത്ത പറയാൻ പോട്ടോ. ദ്വീപുകളൊക്കെ ഇതിലെ ഒരു ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് അവർ പറയാണ്. അപ്പൊ 4 ഭാഗം സമുദ്രത്തിൽ ചുറ്റപ്പെട്ടതാണ് ദ്വീപുകൾ. 3 ഭാഗമായിരുന്നെങ്കിൽ അതേതായിരുന്നു ഉപദ്വീപാണ്. ഇത് ദ്വീപാണ്. ഇനി അറബിക്കടലിലെ ലക്ഷദ്വീപ് ദ്വീപ് സമൂഹവും ബംഗാൾ ഉൾക്കടലിലുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളും ഇന്ത്യൻ ദ്വീപ് സമൂഹങ്ങളുടെ ഭാഗമായിട്ട് വരുന്നവയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ ഇതുവരെയുള്ള ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് ഈ ചുവടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ? ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങളും ദ്വീപുകൾ എന്നുള്ളത്. അതാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഇത് പറഞ്ഞതിനെ പറ്റി കുറച്ചുകൂടി കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടി പോയിന്റ് പറയുകയാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളുമാണ് ഉത്തരേന്ത്യയിലെ പ്രധാന ജലസ്രോതസ്സുകൾ. ഉത്തരേന്ത്യ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് ഹിമാലയൻ നദികളിൽ നിന്ന് വരുന്നതാണ്. ഇനി ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളെ ഹിമാലയൻ നദികൾ എന്നാണ് വിളിക്കുന്നത്. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഹിമാലയൻ നദികളാണ്. ഹിമാലയത്തിലെ മഞ്ഞു മൂടിയ പ്രദേശത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കൊണ്ട് ഇവ വേനൽക്കാലത്ത് ജലസമൃദ്ധമാണ്. അതായത് ഇവ ഒഴുകണമെങ്കിൽ മഴ വേണമെന്നില്ല. കാരണം ഇത് ഉത്ഭവിക്കുന്നത് തന്നെ മഞ്ഞു മൂടിയ പ്രദേശത്ത് നിന്നാണ്. അപ്പോൾ മഞ്ഞ് മൂടിയ പ്രദേശത്ത് നിന്ന് വരുന്നതുകൊണ്ട് അവർക്ക് മഴ വേണമെന്നില്ല, അതിൽ വെള്ളം നിറയാം. അപ്പോൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ ഹിമാലയൻ നദികളൊക്കെ എപ്പോഴും ജലസമൃദ്ധമാണ്. സോ ഹിമാലയൻ നദികൾ ഒഴുക്കിക്കൊണ്ടുവന്ന എക്കൽ നിക്ഷേപിച്ചിട്ടാണ് ഏത് സമതലം രൂപപ്പെട്ടത്? ഉത്തര മഹാസമുദ്രം രൂപപ്പെട്ടത്. ഇനി ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നോ ഉത്ഭവിക്കുന്ന നദികൾ ഉപദ്വീപീയ നദികൾ എന്നറിയപ്പെടുന്നത്. ഓൾറെഡി പറഞ്ഞതാണ് ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണെന്നുള്ള പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി ഇവയാണ് പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ. ഈ നദികൾ മഴയെ ആശ്രയിക്കുന്നതിനാൽ വേനൽക്കാലത്ത് അവയിൽ വെള്ളം വളരെ തീരെ കുറവായിരിക്കും. മറ്റേത് പറഞ്ഞത് ഏതായിരുന്നു? ഹിമാലയൻ നദികളാണ്. ഹിമാലയൻ നദികളിൽ എപ്പോഴും വേനൽക്കാലത്ത് വെള്ളം ഉണ്ടായിരുന്നു. കാരണം അത് വരുന്നത് ഹിമാലയത്തിൽ നിന്ന് വരുന്നതായതുകൊണ്ട്. എന്നാൽ ഈ ഉപദ്വീപീയ നദികൾ ഏതിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മഴയാണ് ആശ്രയിക്കുന്നത്. അതിലെ വെള്ളം നിറയുന്നത് മഴയെ ആശ്രയിച്ചുള്ള വെള്ളമാണ്. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് അതിൽ വെള്ളം വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു മാപ്പിൽ നിങ്ങൾക്ക് കാണാം, ഇത് മാപ്പ് ജസ്റ്റ് ആ ഒരു ഓരോ നദികളുടെയും ഒരു പൊസിഷൻ എന്താണെന്നുള്ളത് മൈൻഡിൽ ഉണ്ടെങ്കിൽ പഠിക്കാൻ അത് എളുപ്പമായിരിക്കും. കാരണം നമുക്ക് ഇതിലെ എല്ലാ നദികളെയും കുറച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ടോപ്പിക്കായിട്ട് എടുക്കുമ്പോൾ പഠിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ സിന്ധു ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൂണി രാജസ്ഥാനിലുള്ള നദിയാണ് ലൂണി. അത് ഉണ്ട്. ഗംഗ ഉണ്ട്, ബ്രഹ്മപുത്ര ഉണ്ട്. അതേപോലെ ഉപദ്വീപീയ നദികളായിട്ട് വരുന്ന മഹാനദി, ഗോദാവരി, താപ്തി, നർമ്മദ. ഇതിന്റെ പൊസിഷൻ ഓർത്ത് വെക്കണേ. താപ്തി, നർമ്മദ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും ഒന്നിച്ച് തന്നെ പഠിക്കേണ്ടതാണ്. അതിനുശേഷം കൃഷ്ണ, കാവേരി. പിന്നെ നമ്മൾ ഓൾറെഡി പെരിയാർ, കേരളത്തിലുള്ള ഒരു നദിയാണ് പെരിയാർ. അതും അതിൽ അതിൽ വരുന്നുണ്ട്.
ഇനി അടുത്തത് ഇന്ത്യയിലെ മണ്ണിനങ്ങളാണ്. ഇന്ത്യയിലെ മണ്ണിനങ്ങളെ പറ്റിയാണ് അടുത്ത പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ മാപ്പിൽ എല്ലാം ഏരിയ ഒന്നും പഠിക്കണമെന്നില്ല. ഈ ഇതിൽ ഏക്കൽ മണ്ണ് വരുന്നത് എപ്പോഴും എവിടെയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഉത്തര മഹാസമതലത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹിമാലയൻ നദികളെ ഒഴുക്കിക്കൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളുണ്ടല്ലേ ഉത്തര മഹാസമതലത്തിൽ. സോ ഈ പച്ച കളറിൽ ഇവിടെ കാണുന്ന ഈ ഒരു ഏരിയ ഒക്കെ എന്താണ്, എക്കൽ മണ്ണിനാൽ സമൃദ്ധമായിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും കാർഷിക വിളകൾ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ടാവും, വളരെയധികം വളരുന്ന ഒരു ഏരിയ കൂടിയാണ് അത്. ഇനി അടുത്തത് കറുത്ത മണ്ണ്. കറുത്ത മണ്ണിന്റെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. കറുത്ത മണ്ണ് എവിടെയായിരുന്നു, ഉപദ്വീപീയ പീഠഭൂമി അല്ലെ ഡെക്കാൻ പീഠഭൂമിയിലാണ് എന്ത് ചെയ്യുന്നത് കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. അതായത് മുമ്പ് ലാവ തണുത്തുറഞ്ഞ് രൂപപ്പെട്ടതാണ് ഏത് ഈ ഒരു കറുത്ത മണ്ണ് എന്നുള്ള പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കറുത്ത മണ്ണ്. അപ്പോൾ ആ ഒരു ഏരിയയും കൂടി എന്ത് ചെയ്യുക മൈൻഡിലൊന്ന് വെക്കുക. അടുത്തത് ലാറ്ററൈറ്റ്. ലാറ്ററൈറ്റ് മണ്ണ് ഞാൻ പറയാനുള്ള മെയിൻ കാരണം ഇതാ കേരളത്തിൻ്റെ ഏരിയ വരുന്ന ഒരു ഭാഗത്ത് കണ്ടോ നിങ്ങൾ, അവിടെയൊക്കെ ഏകദേശം എന്താണ് ലാറ്ററൈറ്റ് ആണ്. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്, ലാറ്ററൈറ്റ് ആണ്. ലാറ്ററൈറ്റ് മണ്ണ് ചെങ്കൽ മണ്ണ് എന്നാട്ടോ മലയാളത്തിൽ പറയാം, ചെങ്കൽ മണ്ണ്. ചെമ്മണ്ണ് എന്നുള്ളത് വേറെ ആണ് കേട്ടോ, ചെമ്മണ്ണ് വേറെ തന്നെയാണ്. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ചെമ്മണ്ണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു 3 എണ്ണത്തിൻ്റെ പോസ്റ്റർ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഓർത്ത് നോക്കണം. കാരണം അത് നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകാനുള്ളതാണ്. ഇനി ഉത്തര മഹാസമതലത്തിലെയും മറ്റ് നദീതടങ്ങളിലെയും മണ്ണിനമായ എക്കൽ മണ്ണാണ് ഏറ്റവും ഫലപുഷ്ടമായത്. ഓൾറെഡി പറഞ്ഞു. ഉപദ്വീപീയ പീഠഭൂമിയിലെ കറുത്ത മണ്ണ് പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യുന്നത് എന്താണ് അനുയോജ്യമാണ്. അതേപോലെ രാജസ്ഥാൻ മരുഭൂമിയിലെ മണ്ണിൽ എന്താണ് ജലാംശം വളരെ കുറവാണ്. നമ്മൾ പറഞ്ഞ മരുഭൂമിയാണ്, ജലാംശം എന്തായിരിക്കും വളരെ കുറവായിരിക്കും. ഇനി വനനിബിഡമായ പർവ്വത പ്രദേശങ്ങളിലെ മണ്ണിനെ പറയുന്ന പേരാണ് പർവ്വത മണ്ണ്. ഈ മണ്ണിൽ എന്ത് കൂടുതലായിരിക്കും, ജൈവാംശം കൂടുതലായിരിക്കും കേട്ടോ. വനനിബിഡമായത് കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്, വനനിബിഡമായത് കൊണ്ടാണ് പർവ്വത പ്രദേശങ്ങളിലെ മണ്ണ്, പർവ്വത മണ്ണിന് ജൈവാംശം കൂടുതൽ. അപ്പോൾ ഇത് പ്രീവിയസ്ലി 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്, ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണിനും. അപ്പോൾ പർവ്വത മണ്ണാണ് അതിൻ്റെ ആൻസർ. ഇനി ജലാംശം ഏറ്റവും കുറഞ്ഞത് എവിടെയായിരിക്കും, മരുഭൂമി മണ്ണാണ്. അടുത്തത് കാലാവസ്ഥ. ഇന്ത്യയിലെ കാലാവസ്ഥയെ പറ്റിയാണ് കേട്ടോ. ഏറ്റവും ബേസിക് ചെറിയ കുഞ്ഞു കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പോൾ കാലാവസ്ഥയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും സമൃദ്ധമായ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി ഇന്ത്യയിലാണ്. ഇത് മൗസിൻ റാമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് നമ്മൾ പഠിക്കുന്നത്. ചിറാപുഞ്ചി അല്ല, അത് ഫാക്ട് മാറിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തുക. ചിറാപുഞ്ചി ആണെങ്കിലും മൗസിൻ റാം ആണെങ്കിലും ഒക്കെ എവിടെയാണ് വരുന്നത്, മേഘാലയയിലാണ്. മേഘാലയയിലാണ് ഇതൊക്കെ വരുന്നത്. ഇനി ഈ വൈവിധ്യങ്ങൾ, അതായത് ഇന്ത്യയിൽ ഡൽഹിയിലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് എത്തുന്ന സമയമുണ്ട്. അതേപോലെ തന്നെ 40 ഡിഗ്രി സെൽഷ്യസ് എത്തുന്ന സമയമുണ്ട് ഡൽഹിയിൽ തന്നെ. അപ്പോൾ പല വൈവിധ്യങ്ങൾ, അതായത് ഏറ്റവും ചെറിയ താഴ്ന്ന ടെമ്പറേച്ചർ മുതൽ ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചർ വരെ അനുഭവപ്പെടുന്ന പല ഏരിയകളും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല വൈവിധ്യങ്ങൾക്കും കാരണം എന്താണ്, ഇന്ത്യയുടെ കാലാവസ്ഥ ഉഷ്ണമേഖല അറിയപ്പെടുന്ന മൺസൂൺ കാലാവസ്ഥയാണ് ഇത്. ഓക്കെ, ഇന്ത്യയുടെ കാലാവസ്ഥയാണ് ഇതിനൊക്കെ എന്ത് ചെയ്യുന്നത് ഫാക്ടർ ആവുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കാലാവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ ഇതാ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് കേട്ടോ. അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് ഇന്ത്യയിലെ കാലാവസ്ഥ അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ പൊതുവെ 3 വ്യത്യസ്ത കാലങ്ങളാണുള്ളത്. സീസണാണ് നമ്മൾ പറയുന്നത്. അതിൽ വരുന്നതാണ് ഒന്നാമത്തത് ഉഷ്ണകാലം അല്ലെങ്കിൽ സമ്മർ സീസൺ, രണ്ടാമത്തത് ശൈത്യകാലം വിൻ്റർ സീസൺ, മൂന്നാമത്തത് മഴക്കാലം അല്ലെങ്കിൽ റൈനി സീസൺ. അപ്പോൾ ഇതിൽ ഉഷ്ണകാലത്തെ പറ്റിയാണ് പറയുന്നത്. ഉഷ്ണകാലം ഫസ്റ്റ് പറയുകയാണെങ്കിൽ മാർച്ച് മുതൽ മെയ് വരെയാണ് പൊതുവെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത് ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ സമയത്ത് എന്തായിരിക്കും ഉത്തരേന്ത്യയിൽ, അതായത് നോർത്ത് ഇന്ത്യയിൽ എന്തായിരിക്കും അത്യുഷ്ണമായിരിക്കും. ദക്ഷിണേന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ സമുദ്രത്തിൻ്റെ സാമീപ്യം ഉള്ളത് കൊണ്ട് എന്തായില്ല അത്രത്തോളം ഉത്തരേന്ത്യയിലുള്ള അത്രത്തോളം ചൂട് എന്തിയില്ല ആ ഒരു ദക്ഷിണേന്ത്യൻ തീരപ്രദേശങ്ങളിൽ ദക്ഷിണേന്ത്യയിൽ ഒരിക്കലും ഏകില്ല. അപ്പോൾ ഉത്തരേന്ത്യയിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്ന ഒരു സമയം ഏതാണ്, ഈ മാർച്ച് മുതൽ മെയ് വരെയാണ് ഉഷ്ണകാലത്താണ്. ഇനി വരൾച്ചേനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് പറയുന്നുണ്ട്. നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വളർച്ചയുടെ തീവ്രത കുറക്കാൻ സഹായിക്കുന്ന ഈ 3 പോയിന്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒന്ന് ഓർത്തോക്കുക. അത് ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം അവിടെ കിട്ടണം. ഒന്ന്, ജലസമൃദ്ധമായ നദികളെ വരണ്ട പ്രദേശങ്ങളിലെ നദികളുമായിട്ട് ബന്ധിപ്പിക്കുക. പിന്നെന്താണ്, വരൾച്ചയെ അതിജീവിക്കുന്ന വിളകൾ കൃഷി ചെയ്യുക. അതുപോലെ മഴവെള്ള കൊയ്ത്ത് നടപ്പിലാക്കും. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് വളർച്ചയുടെ തീവ്രത കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കാര്യങ്ങൾ. ഇനി രണ്ടാമത്തെ ശൈത്യകാലം അല്ലെ വിൻ്റർ സീസൺ. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. അപ്പോൾ ശൈത്യകാലത്തെ സ്ഥിതി എന്താണ്, പൊതുവെ വരണ്ട അന്തരീക്ഷം നിലനിൽക്കുന്ന ശൈത്യകാലത്ത് പഞ്ചാബിലും പരിസര പ്രദേശങ്ങളിലും മഴയുണ്ടാകാറുണ്ട്. ഓക്കെ, പഞ്ചാബിലെ പരിസര പ്രദേശങ്ങളിലും മഴയുണ്ടാകാറുണ്ട്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മഴയുടെ കേസുകൾ നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യും, ഇതിനൊക്കെ ഓരോ പേരുകളുണ്ട്. നോർവെസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഒരു സെഷനിൽ പഠിക്കും. ഇത് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. ഈ മഴ, അതായത് ശൈത്യകാലത്ത് പഞ്ചാബിലെ ആ ഒരു
ഏരിയയിൽ പെയ്യുന്ന ഒരു മഴ എന്ന് പറയുന്നത് ഗോതമ്പ് കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. അപ്പോൾ ഉത്തരേന്ത്യ അപേക്ഷിച്ച് ദക്ഷിണേന്ത്യയിൽ എന്തായിരിക്കും ശൈത്യത്തിൻ്റെ കാഠിന്യം കുറവാണ്. അത് ശൈത്യത്തിൻ്റെ കേസാണെങ്കിലും എന്ത് തന്നെയാണ് ഈ ചൂടിൻ്റെ കേസാണെങ്കിൽ തന്നെ ഉത്തരേന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ. ദക്ഷിണേന്ത്യയിലൊക്കെ എത്തുമ്പോൾ കുറച്ചുകൂടി എന്താവും കുറയും. ഇനി മഴക്കാലം. ഇന്ത്യയിൽ 2 മഴക്കാലങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തേതാണ് ഇത് മുതൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ, ജൂൺ ടു സെപ്റ്റംബർ വരെ വരുന്ന ഒരു മഴക്കാലമാണ് ആദ്യത്തേത്. പിന്നെന്താണ് ഒക്ടോബർ നവംബർ ആ സമയങ്ങളിൽ വരുന്നതാണ് അടുത്തത്. ഒക്ടോബർ നവംബർ സമയങ്ങളിൽ വരുന്നതാണ് രണ്ടാമത്തത്. അപ്പോൾ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ഈർപ്പം വഹിച്ചു കൊണ്ടുവരുന്ന കാറ്റ് എന്ത് ചെയ്യും? ആദ്യത്തെ ജൂൺ സെപ്റ്റംബർ കാലത്തെ മഴക്കാലം അറിയപ്പെടുന്നതാണ് ഇത് തെക്കു പടിഞ്ഞാറ് മൺസൂൺ കാലം. അപ്പോൾ തെക്കു പടിഞ്ഞാറ് മൺസൂൺ കാലം എങ്ങനെയാണ് വരുന്നത്? ശരിക്കും എന്താണ് ഇന്ത്യ മഹാസമുദ്രത്തിൽ നിന്നും ഈർപ്പം വഹിച്ചുകൊണ്ടിരുന്ന കാറ്റുകൾ എന്ത് ചെയ്യാണ് അവർ കേരളത്തിൻ്റെ ഏരിയ വഴി അങ്ങോട്ട് കാര്യമാണ്. അപ്പോൾ അതാണ് തെക്കു പടിഞ്ഞാറ് മൺസൂണിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് മഴ ലഭിക്കുന്നത്. ഇന്ത്യയിൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അതിൽ തന്നെ ലഭിക്കുന്നത് എവിടെ തന്നെയായിരിക്കും? കേരളത്തിൽ തന്നെയായിരിക്കും ഒന്ന് വരുവാണെങ്കിൽ. അപ്പോൾ ഒക്ടോബർ അതിനുശേഷം എന്ത് ചെയ്യും? ഒക്ടോബർ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഈ ഒരു സെപ്റ്റംബർ വരെ കഴിഞ്ഞ് അതിനൊരു ഇടവേളയ്ക്ക് ശേഷം ഏകദേശം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ എന്ത് ചെയ്യും? വീണ്ടും മഴയുടെ കാലമായി. അപ്പോൾ അതെന്താണ്? ആ മഴക്കാലം അറിയപ്പെടുന്ന പേരാണിത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്നുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ ഈ സമയത്ത്, അതായത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇന്ത്യയുടെ ഏത് പ്രദേശത്തായിരിക്കും? കിഴക്കൻ തീരത്താണ് കേട്ടോ. മറ്റേത് പടിഞ്ഞാറൻ തീരത്തായിരുന്നു. ഏകദേശം പറയുകയാണെങ്കിൽ ഇത് കിഴക്കൻ തീരത്താണ് എന്ത് ചെയ്യുന്നത് മഴ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് തമിഴ്നാട്. ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ തമിഴ്നാടാണ് ആൻസർ. അപ്പോൾ തമിഴ്നാട്, ആന്ധ്ര തീരങ്ങളിൽ കേരളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു മഴ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഓർത്തുക. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ തെക്ക് പടിഞ്ഞാറ് മൺസൂണാണ്. അടുത്തത് ഒക്ടോബർ മുതൽ നവംബർ മാസങ്ങളിൽ വരുന്നത് എന്താണ്? വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണ്. ഇനി ചിറാപുഞ്ചിയെ പറ്റി ഒരു പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്. മേഘാലയയിലെ എന്താണ് ഗാസി കുന്നുകളുടെ തെക്കേ ചെരുവിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് ചിറാപുഞ്ചി. ലോകത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്ന പ്രദേശം എന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ചിറാപുഞ്ചിക്ക് സൊഹറ എന്ന പേര് കൂടിയുണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഓർത്തു കണ്ട, കാരണം ഇപ്പോൾ മൗസൺ റാമാണ് ഏറ്റവും കൂടുതൽ വരുന്ന മഴ ലഭിക്കുന്ന ഇന്ത്യയിൽ ലഭിക്കുന്നത്. അപ്പോൾ ചിറാപുഞ്ചിയുടെ പുതിയ പേരെന്ന് ഓർത്തോക്കണം, സൊഹറ കേട്ടോ. പുതിയ പേര് സൊഹറ എന്നാണ്. അതേപോലെ ഖാസി കുന്നുകളിലാണ് എന്ത് ചെയ്യുന്നത് ഈ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത്. ഖാസി ഗാരോ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. കുന്നുകളുടെ ഏജ് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഖാസിയും ഗാരോ ഒക്കെ വരുന്നത് എവിടെയാണ്? ഈ മേഘാലയയിലാണ്. മേഘാലയയിലെ ഫേമസ് ആയിട്ടുള്ള കുന്നുകളാണ്. ഇനി അടുത്ത വെള്ളപ്പൊക്കം എന്താണ്? ഇത് ഫുള്ളായിട്ടൊന്നും വായിക്കണ്ട. വെള്ളപ്പൊക്കം കുറക്കാനുള്ള സ്വീകരിച്ചിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണെന്നുള്ളത് മാത്രം എന്ത് ചെയ്യുക അവിടെ ഒന്ന് ഓർത്തുവെക്കുക. ഒന്ന് ഡാം നിർമ്മിക്കുക, വനവൽക്കരണം, പിന്നെന്താണ് നദികളുടെ ഉപരിഘട്ടത്തിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരുത്സാഹപ്പെടുത്തുക. നദികൾ ഉപരിഘട്ടം എന്ന് വെച്ചാൽ എന്താ? അത് തുടങ്ങുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക? വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്താതിരിക്കുക. പിന്നെ എന്താ? പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റി പാർപ്പിക്കുക. അതേപോലെ തീരങ്ങളിൽ അപകട മുന്നറിയിപ്പ് സ്ഥാപിക്കുക. ഇനി ഒരു പ്രദേശത്തെ അടുത്തൊരു എന്താണ് ഒരു ഡെഫിനിഷൻ പറയാണ്. ഒരു പ്രദേശത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിനങ്ങൾ എന്നീ ഭൗതിക സവിശേഷതകൾക്ക് അനുസൃതമായിട്ട് അവിടെ വളരുന്ന സ്വാഭാവിക സസ്യയിനങ്ങളാണ് ഇത് നൈസർഗിക സസ്യജാലങ്ങൾ. അപ്പോൾ നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് വെച്ചാൽ എന്താ? ഒരു ഭൂപ്രദേശത്തുള്ള ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിനങ്ങൾ എന്നീ ഭൗതിക സവിശേഷതകൾ അനുസരിച്ചിട്ട് അവിടെ സ്വാഭാവികമായിട്ട് വളരുന്ന കേട്ടോ സസ്യയിനങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് നൈസർഗിക സസ്യജാലങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം ക്ലാസിഫിക്കേഷൻ നമുക്ക് വേണ്ടി വരും. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. എന്താണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ? വാർഷിക വർഷപാതം വളരെ കൂടുതലുള്ള പശ്ചിമഘട്ടത്തിലും അതേപോലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമായിട്ട് നിത്യഹരിത സസ്യജാലങ്ങൾ കാണപ്പെടുന്നത്. അപ്പം നിത്യഹരിത സസ്യജാലങ്ങൾ എന്ന് വെച്ചാൽ എന്താ? അത് ഇല പൊഴിക്കില്ല. അത് വർഷം മുഴുവൻ എന്ത് തന്നെയായിരിക്കും? അത് പച്ചപ്പായിരിക്കും. അതുകൊണ്ടാണ് നിത്യഹരിതം എന്നുള്ള ഒരു പേര് തന്നെ അതിൽ വരുന്നത്. അപ്പോൾ വാർഷിക വർഷപാതം വളരെ കൂടുതൽ എന്ന് വെച്ചാൽ എന്താ? വാർഷിക വർഷപാതം അതായത് മഴ അത്രത്തോളം ഉണ്ട് അവിടെ. വർഷത്തിലെ ഏകദേശം ഭൂരിഭാഗ സമയം എന്താണ്? മഴയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാടുകൾ വരുന്ന ഏരിയ ആണ് ഇത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. അപ്പോൾ ഇതിലെ പ്രത്യേകത എന്താ? സിംഹവാലൻ കുരങ്ങ്, അതേപോലെ പലതരം പാമ്പുകൾ, വിവിധ ഷഡ്പദങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ് മോത്ത്, അത് ഓർത്തോക്കണേ, ഏറ്റവും വലിയ നിശാശലഭം അറ്റ്ലസ് മോത്ത് ഉൾപ്പെടെ നിരവധി ശലഭ ഇനങ്ങൾ ഇവയൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഈ ഉഷ്ണമേഖല നിത്യഹരിത വനത്തിൽ വരുന്നുണ്ട്. ഇനി അടുത്തത് ഇലപൊഴിയും കാടുകൾ. എന്തൊക്കെ? ഇലപൊഴിക്കും, അത് പേരിൽ തന്നെ ഉണ്ട്. ഇലപൊഴിക്കുന്ന കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശം. കാലികമായി അത്യാവശ്യം കുറച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. അവിടെ മഴ കുറവായത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മരങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇല പൊഴിക്കുന്നത് തന്നെ. അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിലെ കൂടുതൽ പ്രദേശങ്ങളും എന്താണ്?
ഇലപൊഴിയും കാടുകളാണ് ഉള്ളത്. ഇന്ത്യൻ ഉപദ്വീപിലാണ്. അപ്പോൾ ജന്തു വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള വനങ്ങളാണിവ. നോക്കിക്കോളെ, ഇതാണ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണത്. ജന്തു വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള വനങ്ങളാണ് ഏത്? ഈ ഇലപൊഴിയും കാടുകൾ. അടുത്ത മുൾച്ചെടികളും കുറ്റിക്കാടുകളും. രാജസ്ഥാൻ മരുഭൂമിയിലും ഉപദ്വീപിന്റെ മധ്യഭാഗങ്ങളിലും മഴ എന്താണ്? തീരെ കുറവായതിനാൽ മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് വളരുന്നത്. എന്തുകൊണ്ടാണ് മുൾച്ചെടികളും കുറ്റിക്കാടുകളും വളരുന്നത്? അവയ്ക്ക് എന്താ വേണ്ട? അത്രത്തോളം ജലം വേണ്ട വളർന്നു വരാൻ. ജലത്തിന്റെ ആവശ്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രാജസ്ഥാൻ മരുഭൂമിയിലും ഉപദ്വീപിന്റെ മധ്യഭാഗങ്ങളിലും മഴ തീരെ കുറവായിട്ടുള്ള പ്രദേശങ്ങളിലും പൊതുവെ എന്ത് ചെയ്യുന്നത്? ഇത് വളരുന്നത്. അപ്പോൾ ഒട്ടകം, കഴുകൻ, പരുന്ത്, പലതരം ഉരകങ്ങൾ എന്നിവ ഈ വരണ്ട മേഖലയിൽ ജീവിക്കുന്നവയാണ്. അടുത്തത് കണ്ടൽക്കാടുകൾ. കണ്ടൽക്കാടുകൾ എങ്ങനെയാ? ഉപ്പ് രസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതര സസ്യജാലങ്ങളാണ് ഇത് കണ്ടൽക്കാടുകൾ. നദീമുഖങ്ങളിലും സമുദ്രതീരങ്ങളിലും കരയിടിച്ചലിനെ ചെറുക്കുന്നത് കണ്ടൽക്കാടുകളാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നദീമുഖങ്ങളിൽ സമുദ്രതീരം കരയിടിച്ചലിനെ ചെറുക്കുന്നത് ഈ ഒരു കണ്ടൽക്കാടുകളാണ്. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ വരുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലെ കണ്ടൽക്കാടുകളാണ് ബംഗാൾ കടുവയുടെ ഒരു ആവാസ കേന്ദ്രം നടന്നത്. ബംഗാൾ കടുവയുടെ ഒരു ആവാസ കേന്ദ്രം. ഇനി പർവ്വതങ്ങൾ, ലാസ്റ്റ് വരുന്നതാണ് പർവ്വതങ്ങൾ. പർവ്വതങ്ങളിൽ നിങ്ങൾക്ക് ജസ്റ്റ് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ എന്ത് ചെയ്യുന്നില്ല, പർവ്വതങ്ങളെ പറ്റിയൊന്നും പറയുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള GK ഫാക്ട് ഒന്നും അതിൽ വരാത്തതുകൊണ്ടാണ് എന്ത് ചെയ്തത് അവിടെ മാർക്ക് ചെയ്യാത്തത്. പർവ്വതങ്ങളിൽ വരുന്ന മെയിൻ ജീവികൾ ഏതൊക്കെയാണ്? വരയാട്, ഹിമപ്പുലി, ഇതൊക്കെ എന്താണ് പർവ്വതങ്ങളിൽ വരുന്നതാണ്. ഇനി ഭൗതിക സവിശേഷതകളിലെ ഈ വൈവിധ്യം തന്നെയാണ് ഇന്ത്യയിലെ സാംസ്കാരിക വൈവിധ്യങ്ങൾക്കും കാരണമായിട്ടുള്ളത്. അല്ലെ, സാംസ്കാരിക വൈവിധ്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒട്ടനവധി സംസ്കാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചറുകൾ. അപ്പോൾ ആ ഒരു കൾച്ചറിന് രൂപപ്പെട്ട് വരാനുള്ള ഒരു കാരണം തന്നെ ഏതാണ്? ഈ ഒരു ഭൗതിക സവിശേഷതകൾ തുടക്കത്തിലേ ഉള്ളത് കൊണ്ട് തന്നെയാണെന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ പോയിന്റ്സ്. നമുക്ക് ഇതോടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് കഴിയട്ടോ. ഇനി നമുക്ക് എടുക്കാനുള്ളത് സോഷ്യൽ സയൻസിലെ സെഷൻ വരുന്നത് 8ാം ക്ലാസ്സിലാണ്. ഇനി അങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? ചാപ്റ്ററിൻ്റെ ലെങ്ത് കൂടും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും എന്ത് ചെയ്യും? അവിടെ കൂടി വരും. ഓക്കെ, അടുത്തൊരു ചാപ്റ്റർ നമുക്ക് അടുത്തൊരു ക്ലാസ്സിലായിട്ട് എടുക്കാം. ഓക്കെ.